ഷാലോം ടെലിവിഷനും KCYM തലശ്ശേരി അതിരൂപതയും ചേർന്നൊരുക്കുന്ന യുവജന മതബോധന ഗ്രന്ഥമായ യുക്യാറ്റിനെ സംബന്ധിച്ച പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി നമ്മുടെ കൂടെയായിരിക്കുന്നത് യുവജനങ്ങളെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യ പിതാവിനോട് സംവദിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെയായിരിക്കുന്ന തലശ്ശേരി അതിരൂപതയിലെ പനത്തടി ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നുള്ള യുവജനങ്ങളാണ്. അവരെ ഓരോരുത്തരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള ബന്ധമായിരുന്നു. പ്രത്യേകമായിട്ട് പരിണാമ സിദ്ധാന്തവും ദൈവവചനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ കാര്യമായ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചോദ്യങ്ങൾ അഭിവന്ദ്യ പിതാവിനോട് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ അവശേഷിപ്പിച്ചതുണ്ടാവും. അത് ചോദിക്കാവുന്നതാണ്. ജിതിനാണ് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത്. പിതാവേ, എൻ്റെ പേര് ജിതിൻ. എൻ്റെ ചോദ്യം, ബൈബിളിലെ വചനങ്ങളും ശാസ്ത്രീയ സത്യങ്ങളും ചേർന്ന് പോകാത്ത സാഹചര്യങ്ങളുണ്ട്. ഇതിനെ എങ്ങനെ മനസ്സിലാക്കാം? യെസ്, ജിതിൻ്റെ നല്ല ചോദ്യമാണ്. ജിതിൻ എന്നാ ചെയ്യുന്നേ? ഞാനിപ്പോൾ ലാസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കും. എവിടെയാണ്? സെൻറ്റ് പൈസ്, മുണ്ടോട്ട്. ഓക്കെ. അതായത് ബൈബിളിലെ വചനങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ വിരുദ്ധമായി ശാസ്ത്രീയ നിഗമനങ്ങൾ, കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്. ഇപ്പം ബൈബിൾ ആ കാലഘട്ടത്തിലെ കോസ്മോളജി അല്ലെങ്കിൽ എന്താണ് ഭൗമിക ശാസ്ത്രം വെച്ചുകൊണ്ട് അവർ അതിനെ മനസ്സിലാക്കിയത് അപ്രകാരമായിരുന്നു എന്നേ അർത്ഥമുള്ളൂ. ആകാശം എന്നത് ഒരു വലിയ വിരിപ്പ് മേലാപ്പാണ് എന്നും അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുവാണ് എന്നും അവിടെ നിന്ന് ആ വെള്ളമാണ് മഴയായിട്ട് വീഴുന്നത് എന്നും ആ വെള്ളത്തിൻ്റെയും മുകളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെയാണ് യഹൂദർ വിശ്വസിച്ചിരുന്നത്. യഹൂദരുടെ ആ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്ന പല സങ്കീർത്തന വചനങ്ങളും തിരുവചനങ്ങളും ഒക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് ഈ പ്രപഞ്ചഘടന എന്ന് വിശദീകരിക്കാൻ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമല്ല. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആരും കോസ്മോളജിയുടെ ടെക്സ്റ്റ് ബുക്കായി സ്വീകരിക്കണമെന്ന് സഭ ആവശ്യപ്പെടുന്നില്ല. അത് നരവംശാസ്ത്ര ഗ്രന്ഥമായി സ്വീകരിക്കണം എന്ന് സഭ ആവശ്യപ്പെടുന്നില്ല. അതിന് നിങ്ങൾക്ക് കോസ്മോളജി തന്നെ പോയി പഠിക്കാം. ഏതൊരു വിശ്വാസിക്കും അതിന് ആന്ത്രോപോളജി പഠിക്കാം. ഏതൊരു വിശ്വാസിക്കും ശാസ്ത്രത്തിൻ്റെ ഏത് സത്യങ്ങളെയും അറിയാൻ അതാത് ശാസ്ത്രശാഖകൾ തന്നെ പഠിക്കണം എന്നാണ് സഭയുടെ നിലപാട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം എന്തിനു വേണ്ടി എഴുതപ്പെട്ടു എന്ന് ചോദിച്ചാൽ ദൈവീക രഹസ്യങ്ങളെ വിശദീകരിക്കുന്നതിലും നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ വഴികൾ പറഞ്ഞു തരുന്നതിലും വിശുദ്ധ ഗ്രന്ഥത്തിന് ഒരിക്കലും തെറ്റുപറ്റിയിട്ടില്ല. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ തെറ്റാവരം, ഇൻഹെറൻസി ഓഫ് ദ ബൈബിൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ്. അതായത് ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുന്നതിലോ പ്രപഞ്ചത്തിൻ്റെ ഘടന പറയുന്നതിലോ ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് സൂര്യൻ യാത്ര ചെയ്യുന്നു, അതിന് പടിഞ്ഞാറ് ശയ്യ വിരിച്ചിരിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനത്തിൽ പറയുന്നു. അവർ കാണുന്നതിൻ്റെ വെളിച്ചത്തിലാണ് അവർ സംസാരിക്കുന്നത്, അല്ലേ? വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ദൈവം നേരിട്ട് എഴുതി ഈ ഭൂമിയിലേക്ക് കൊടുത്ത കാര്യമല്ല, മറിച്ച് മനുഷ്യ വ്യക്തികളിലൂടെ ദൈവമായ കർത്താവ് പരിശുദ്ധാത്മ പ്രചോദനം നൽകി എഴുതിയ ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് അതിനെ ദൈവനിവേശിത ഗ്രന്ഥം എന്ന് പറയും. ഈ ദൈവനിവേശിത ഗ്രന്ഥം എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ആ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ചിന്താധാരകളെയും ആ കാലഘട്ടത്തിൻ്റെ ശാസ്ത്രീയമായ അറിവുകളെ, ആ കാലഘട്ടത്തിൻ്റെ പരിമിതമായ ചരിത്ര അറിവുകളെ, ആ കാലഘട്ടത്തിൻ്റെ ശരീരശാസ്ത്രപരമായ അറിവുകളെ ആണ് ആ കാലത്തെ മനുഷ്യൻ അവരുടെ രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. എങ്കിൽ മാത്രമേ ആ കാലഘട്ടത്തിലെ മനുഷ്യർക്കത് മനസ്സിലാകുമായിരുന്നുള്ളൂ എന്നുള്ളതിനാലാണ്
പരിശുദ്ധാത്മാവ് ആ രീതിയിൽ എഴുതാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഭൂമി 4 തൂണുകളിൽ ഉറപ്പിക്കപ്പെട്ട ഒരു വലിയ പ്രതലമായിട്ട് സങ്കീർത്തനങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നമുക്കറിയാം ഭൂമി അങ്ങനെ പരന്നിരിക്കുന്ന ഒരു പ്രതലമല്ല എന്നും, മറിച്ച് അതൊരു ഗോളമാണ് എന്നും, ആ ഗോളം സൂര്യന് ചുറ്റും കറങ്ങുകയാണ് എന്നൊക്കെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ നമ്മൾക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട്. ഓർക്കുക, ഈ ശാസ്ത്രീയ പഠനങ്ങളെയൊക്കെയും പ്രോത്സാഹിപ്പിച്ചതും അതിന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചതുമൊക്കെയും ക്രൈസ്തവരായ ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമാണ്. സഭയുടെ തന്നെ മേൽനോട്ടത്തിൽ തുടങ്ങിയ സർവകലാശാലകളിൽ നിന്നാണ് ഇപ്രകാരം സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ളത് എന്നും കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിലവിലെ ശാസ്ത്രീയ നിഗമനങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രസ്താവനയും ഇല്ല എന്നൊന്നും സഭ ചിന്തിക്കുന്നുമില്ല, അവകാശപ്പെടുന്നുമില്ല. കാരണം ശാസ്ത്രീയ കാര്യങ്ങളെ പറയുന്നതിൽ വിശുദ്ധ ഗ്രന്ഥത്തെ ആരും അടിസ്ഥാന ഗ്രന്ഥമോ ആധാര ഗ്രന്ഥമോ ആയി സ്വീകരിക്കാൻ സഭ ആവശ്യപ്പെടുന്നില്ല. മറിച്ച് വിശുദ്ധ ഗ്രന്ഥം ഒരു ശാസ്ത്ര പഠനത്തിനുള്ള പുസ്തകമല്ല, അത് നിത്യസത്യങ്ങളെയും നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴികളെയും വിശദീകരിക്കുന്ന ഗ്രന്ഥമായി അതിനെ മനസ്സിലാക്കുക. ആ ഒരു ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുപറ്റിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടത്. മറ്റ് കാര്യങ്ങളിൽ, ശാസ്ത്രീയ കാര്യങ്ങളിൽ ശാസ്ത്രം പറയുന്ന വസ്തുതകൾ സ്വീകരിക്കാൻ ഏതൊരു വിശ്വാസിക്കും സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. താങ്ക് യു പിതാവേ. ജിതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. പിതാവേ, എൻ്റെ പേര് റോസ്. എൻ്റെ ചോദ്യം ഇതാണ്: പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി തീർത്തും ആകസ്മികമാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ അനന്തമായ ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? യെസ്, റോസ് എന്നെ പഠിക്കുന്നേ? ഞാൻ ഫൈനൽ ഇയർ B.Ed. ഫൈനൽ ഇയർ B.Ed അല്ലേ? യെസ്, കണ്ടാലും അങ്ങനെ പറയാല്ല. വളരെ സ്കൂൾ വിദ്യാർത്ഥിയാന്ന് വിചാരിച്ചാൽ ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ടീച്ചറാകാറായി അല്ലേ? യെസ്, റോസിൻ്റെ ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. പ്രപഞ്ചം ആകസ്മികമായിട്ടാണ് സംഭവിച്ചതെന്ന് ശാസ്ത്രം പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രപഞ്ചം രൂപം കൊണ്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതെങ്ങനെ ഒത്തുപോകും? ഇതാണ് റോസിൻ്റെ ചോദ്യം അല്ലേ? അതെ പിതാവേ. യെസ്, റോസിനോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഈ പ്രപഞ്ചം ആകസ്മികമായി സംഭവിച്ചതാണ് എന്നുള്ള ശാസ്ത്രത്തിൻ്റെ നിഗമനത്തിന് എന്താണ് തെളിവുള്ളത്? അവർ പറയുന്ന തിയറികൾ മാത്രമേ ഉള്ളൂ. അവരങ്ങനെ പറയുന്നതല്ലാതെ ആകസ്മികമായി സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഇപ്പം ആകസ്മികമായി സംഭവിച്ചു, ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കീശയിലിട്ട മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞത് ആകസ്മികമായി സംഭവിച്ചതാണ് എന്ന് നമുക്ക് കരുതാൻ സാധിക്കും. ശാസ്ത്രം തന്നെ പറയുന്നുണ്ടല്ലോ, ശൂന്യതയിൽ നിന്ന് ശൂന്യതയേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും ഒരു ഉണ്മ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് രൂപാന്തരങ്ങൾ സംഭവിക്കുകയുള്ളൂ, അല്ലേ? അതുകൊണ്ട് ആകസ്മികമായി സംഭവിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ കുരങ്ങിൻ്റെ വാല് മുറിഞ്ഞ് അവൻ മനുഷ്യനായി തീരാനുള്ള പ്രക്രിയയിൽ എഴുന്നേറ്റ് 2 കാലം നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അത് ആകസ്മികമായി സംഭവിച്ചു, അല്ലെ വർഷങ്ങൾ കൊണ്ട് പരിണമിച്ചുണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും. പക്ഷേ ഈ കുരങ്ങൻ എവിടെ നിന്നുണ്ടായി, അല്ലെ ആദ്യത്തെ ജീവി എവിടെ നിന്നുണ്ടായി? ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാത്തിടത്തോളം കാലം ഈ ആകസ്മികതകൾ എന്ന് പറയുന്നത് നമുക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ബിഗ് ബാങ് തിയറി, ആകസ്മികമായൊരു പൊട്ടിത്തെറിയിലൂടെ സംഭവിച്ചു. എന്താണ് പൊട്ടിത്തെറിച്ചത്? ആ പൊട്ടിത്തെറിച്ച സംഗതി എവിടെ നിന്നുണ്ടായി എന്നൊരു ചോദ്യം ശേഷിക്കുന്നുണ്ട്, അല്ലേ? ആ ചോദ്യത്തിലൂടെ ശാസ്ത്രത്തിന് ഉത്തരം പറയാൻ കഴിഞ്ഞാലേ ഈ ആകസ്മികം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിശദീകരിക്കാൻ സാധിക്കൂ. വിശ്വാസികളായ നമ്മൾ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എന്താണ്? യാദൃച്ഛികം എന്നൊരു വാക്ക് ദൈവത്തിൻ്റെ പദ്ധതിയിലില്ല. There is no word like accidental in the dictionary of God എന്നത്
തലശ്ശേരിയുടെ ആദ്യത്തെ പിതാവായ അഭിമന്യു വള്ളോപ്പള്ളി പിതാവിൻ്റെ ഒരു ആപ്തവാക്യം തന്നെ അതായിരുന്നു. ദർ ഈസ് നോ വേർഡ് സച്ച് ആസ് ആക്സിഡൻ്റൽ ഇൻ ദ ഡിക്ഷണറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ എന്താണുള്ളത്? എല്ലാം അവിടുത്തെ സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പദ്ധതി എന്നതാണ് ദൈവത്തിൻ്റെ വിചാരം. അതുകൊണ്ട് ഈ ആകസ്മികമായി സംഭവിച്ചു, ശൂന്യതയിൽ നിന്നുണ്ടായി തുടങ്ങിയ തെളിവില്ലാത്ത പ്രസ്താവനകൾ ശാസ്ത്രം പറയുന്നതിനെ വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ശാസ്ത്രത്തിൻ്റെ ശരിയായ നിഗമനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും അവിടെ ശാസ്ത്രീയ സത്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റുകളെ അംഗീകരിക്കാനും അത് വിശുദ്ധ ഗ്രന്ഥമല്ല അവിടെ ആധികാരിക മാനദണ്ഡമായി സ്വീകരിക്കേണ്ടത് എന്ന് പറയാനുമുള്ള തുറവി സഭയ്ക്കുണ്ട്. പക്ഷെ അപ്പോഴും സഭ പറയുന്നു ഈ ആകസ്മികവാദം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനമില്ലാത്ത തെളിയിക്കപ്പെടാത്ത വസ്തുതകളാണ്. ആ തെളിയിക്കപ്പെടാത്ത വസ്തുതകൾ നമ്മൾ സ്വീകരിക്കണം എന്ന് ശാസ്ത്രം വാശി പിടിക്കരുത്. അതിനേക്കാളും ദൈവം ഈ പ്രപഞ്ചത്തെ സ്നേഹപൂർവ്വം തൻ്റെ പദ്ധതി അനുസരിച്ച് സൃഷ്ടിച്ചുവെന്നും ഇതിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവമായ കർത്താവ് ഈ പ്രപഞ്ചത്തെ പരിപാലിച്ച് മുന്നോട്ട് നയിക്കുന്നു എന്നുള്ളത് മനുഷ്യജീവിതത്തിന് അർത്ഥവും ദിശാബോധവും സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു ചിന്ത കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള യാദൃച്ഛികതാവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് റോസ് ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു പിതാവേ. ഓക്കെ, റോസിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ആകസ്മികമായിട്ട് ഒന്നും തന്നെ നടക്കുന്നില്ല എന്നും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും അഭിമന്യ പിതാവ് പറഞ്ഞു. സയൻസിനെ ഒരർത്ഥത്തിൽ നമുക്ക് മാറ്റിവെക്കാം, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് നമുക്ക് യുവജനങ്ങൾക്ക് ജീവിക്കാം, അല്ലേ? അതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. പിതാവ്, എൻ്റെ പേര് പീറ്റർ. എൻ്റെ ചോദ്യം ഇതാണ്: നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ചിന്തയുടെ ഫലമായാണെന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്നു. ഈ പ്രസ്താവന എങ്ങനെ പരിണാമ സിദ്ധാന്തത്തോട് ചേർന്ന് പോകും? യെസ്, പീറ്റർ എന്നാ പഠിച്ചേ? 10 കഴിഞ്ഞു. 10 കഴിഞ്ഞ് നിൽക്കുകയാണല്ലേ? എടുക്കൻ. നീ എന്നാ ചെയ്യാൻ പോകുന്നേ? സെമിനാരിയിലേക്ക്. സെമിനാരി പഠിക്കാൻ പോവുക? ആ. എന്നിട്ടാണ് നീ അവിശ്വാസിയുടെ ചോദ്യം ചോദിച്ചത്? ഓക്കെ പീറ്ററിന് സെമിനാരിയിലേക്ക് സ്വാഗതം. മിടുക്കനായി ഇതിനൊക്കെ ഉത്തരം പറയാൻ കഴിവുള്ള നല്ല വൈദികനായി പീറ്റർ തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഓക്കെ പീറ്റർ, അതായത് നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അല്ലേ? നമ്മളിങ്ങനെ പെരുവെള്ളത്തിന് ഊത്ത കയറി വന്നതുപോലെ ഇങ്ങ് വന്നവരല്ല ഇവിടുന്ന്. നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, തൻ്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, അല്ലേ? എല്ലാം ദൈവം പണ്ടേ തീരുമാനിച്ചതാണ്. റോമാലേഖനം 8:28 പ്രസിദ്ധമായ വാചകം പീറ്ററും വായിച്ചിട്ടുണ്ടാവും. അതിങ്ങനെയാണ്: തന്നിൽ വിശ്വസിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും, അല്ലേ? അതായത് ദൈവം അറിയാതെ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ പരമമായ നന്മയെ ലക്ഷ്യമാക്കിയാണ് ദൈവം അനുവദിക്കുന്നത്. ചിലപ്പോൾ ചില സംഭവങ്ങൾ, ചില അനുഭവങ്ങൾ നമുക്ക് വളരെയേറെ വേദന ഉളവാക്കുന്ന യാഥാർത്ഥ്യങ്ങളാകാം. പക്ഷെ അവ പോലും നമ്മുടെയും ലോകത്തിൻ്റെയും നന്മയെ ലക്ഷ്യമാക്കിയാണ് ദൈവം അനുവദിക്കുന്നത് എന്ന സത്യം ഓർക്കും. ഏറ്റവും വലിയ സത്യം, കാൽവരിയിലെ കുരിശിൽ ഈശോ പിടഞ്ഞു മരിച്ചത് ഈ ഭൂമിയിലെ ഏറ്റവും നിഷ്കളങ്കനായവൻ, ഏറ്റവും നിർമ്മലനായവൻ, ഏറ്റവും ക്രൂരമായി
പീഡിപ്പിക്കപ്പെട്ട് പിച്ചി ചീന്തപ്പെട്ട് വലിച്ചു കീറപ്പെടുന്ന നിമിഷത്തിലും ദൈവമായ കർത്താവ് അത് അനുവദിച്ചു. എന്തുകൊണ്ട്? ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഈ സഹനം രക്ഷാകരമാണ്, ഇതിൽ നിന്ന് നന്മയുളവാകും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയാണ് പീറ്റർ. യാദൃച്ഛികമായി ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം ദൈവമായ കർത്താവിൻ്റെ സ്നേഹ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെയാണ്? പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ചാൽ എങ്ങനെ പോകും? ഒന്നാമതായി പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. പീറ്ററിൻ്റെ പരിണാമ സിദ്ധാന്തം അംഗീകരിക്കാതെ ജീവിക്കുക അല്ലേ? 2, ഈവൻ പരിണാമ സിദ്ധാന്തത്തെ തള്ളിക്കളയാതെ തന്നെ അതിനെ സ്വീകരിച്ചുകൊണ്ട് വിശ്വാസിക്ക് ജീവിക്കാമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്, ഹ്യൂമാനി ജനേരിസ്. അതിങ്ങനെയാണ് പറയുന്നത്: ജീവൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് അംഗീകരിക്കുന്നു. 2, മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവം നേരിട്ട് പരിണാമ പ്രക്രിയകൾ കൂടാതെ മനുഷ്യനിൽ നിക്ഷേപിച്ചതുമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ ശരീരം പരിണമിച്ചു എന്ന് വിശ്വസിച്ചാൽ പോലും പീറ്ററിനെ പീറ്ററാക്കുന്ന പീറ്ററിൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയിൽ രൂപം കൊണ്ടതാണ് എന്നും ആ രൂപം കൊണ്ട ആത്മാവ് യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പരിണാമ സിദ്ധാന്തത്തെ അംഗീകരിച്ചാൽ പോലും അത് ദൈവപരിപാലനയെയോ ദൈവീക പദ്ധതിയെയോ നാം ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യത്തെയോ അത് നിരാകരിക്കുന്നില്ല എന്ന സത്യം ഓർക്കുക. അഭിയൻ്റെ പിതാവെ, ഈ ഒരു ചോദ്യത്തിന് പിതാവ് ഉത്തരം നൽകിയപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു ചോദ്യം ഇതാണ്: ദൈവം എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ചാണ് ക്രമപ്പെടുത്തുന്നതെന്ന് അഭിയൻ്റെ പിതാവ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഈ പ്രീ ഡിറ്റർമിനേഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുക്കുകയാണോ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് പലപ്പോഴും പല യുവജനങ്ങളും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. യെസ്, ഈ ഒരു വിശദീകരണത്തിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ജനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അച്ഛനത് ചോദിച്ചത് വളരെ നന്നായി. അതായത് ദൈവം അറിയുന്നു എന്ന് പറയുന്നതും ദൈവം അതിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസവും. ദൈവം അറിയുന്നു, ദൈവം ക്രമീകരിച്ച പദ്ധതി എല്ലാ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് ആ പദ്ധതി അനുസരിച്ച് മനുഷ്യൻ ജീവിക്കുന്നതാണ് മനുഷ്യൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയും അല്ലേ? ഞാൻ എൻ്റെ 2 കൈയും കൊണ്ട് സ്വസ്ഥമായി ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ 2 കൈ കൊണ്ട് ജീവിക്കുന്നതാണ് എൻ്റെ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ഗുണകരം. ദൈവം ആരാണ് എനിക്ക് 2 കൈ വേണമെന്ന് തീരുമാനിക്കാൻ? എനിക്ക് 1 കൈ മതിയെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ഞാൻ വാക്കത്തി എടുത്ത് എൻ്റെ 1 കൈ അങ്ങ് വെട്ടി മാറ്റിക്കളഞ്ഞു. എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയും. ദൈവീക പദ്ധതിയിൽ നിന്ന് വേറിട്ട് നമ്മൾ സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അല്ലേ? 2 കണ്ണുകൊണ്ട് മനുഷ്യൻ സുന്ദരമായി പ്രപഞ്ചത്തെ നോക്കിക്കണ്ട് ജീവിക്കട്ടെ എന്ന് ദൈവം തീരുമാനിച്ചു. ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് കാണണ്ട, ഞാൻ എൻ്റെ 2 കണ്ണും ആസിഡ് ഒഴിച്ച് കത്തിച്ച് കളയും. ചിന്തിക്കുക, എനിക്കങ്ങനെ ചെയ്യാൻ സ്വാതന്ത്ര്യമില്ലേ? ദൈവം ആരാണ്? എൻ്റെ ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാനത് നശിപ്പിച്ച് കളയുകയാണ്. എനിക്ക് വേണേ അങ്ങനെ ചെയ്യാം. ഞാൻ സ്വതന്ത്രനായി എന്ന് എനിക്ക് തോന്നാം, പക്ഷേ യഥാർത്ഥത്തിൽ എൻ്റെ ആ പ്രവൃത്തികൾ എൻ്റെ സ്വാതന്ത്ര്യത്തെ വളർത്തുകയാണോ തളർത്തുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയും അല്ലേ? അതുകൊണ്ട് ദൈവീക പദ്ധതി അനുസരിച്ചുള്ള ജീവിതം അത് സ്വാതന്ത്ര്യത്തിന് വിഘാതമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം സ്വാതന്ത്ര്യത്തെ നമ്മൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മിൽ നിന്ന് ഏറ്റവും നന്മയായത് പുറത്തു കൊണ്ടുവരാൻ നമ്മെ സഹായിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. തിന്മ ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് പക്ഷേ തെറ്റായ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. ദൈവമായ കർത്താവ് ഒരുത്തൻ തെറ്റിൻ്റെ വഴിയിലൂടെ പോയാലും
അതെന്തുകൊണ്ട് തിരുത്തുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ പലരും ചോദിക്കുന്നു. അങ്ങനെ ദൈവം തിരുത്താൻ പോയായിരുന്നെങ്കിൽ ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടുവാണ്. നിങ്ങളൊരാൾ അല്പം മദ്യപിച്ചേക്കാം എന്ന് വിചാരിച്ച് ഒരു കുപ്പി ബ്രാൻഡിയൊക്കെ മേടിച്ച് കുടി തുടങ്ങും. ദൈവമായ കർത്താവ് നേരെ ഇറങ്ങി വന്നവൻ്റെ ബ്രാൻഡി കുപ്പിയും തല്ലി പൊട്ടിച്ച് ചന്തിക്ക് 2 തല്ലും കൊടുത്തേച്ച് കയറ്റി വിട്ടാൽ ദൈവം അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടു എന്ന് വിചാരിക്കും. ആരുടെയെങ്കിലും ബ്രാൻഡി കുപ്പി ദൈവം ഇതുവരെ പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടുന്നില്ല. ദൈവത്തിനറിയാം ഇവൻ ഈ പോകുന്നത് നാശത്തിലേക്കാണ് എന്ന് ദൈവത്തിനറിയാം. ദൈവം അത് പല വഴികളിലൂടെ അവനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കും. പക്ഷേ തിരുത്തണോ വേണ്ടയോ എന്നുള്ളത് അവൻ തീരുമാനിക്കും. ഇതേക്കുറിച്ച് പലപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു കാര്യം ദൈവം അറിയുന്നു എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ഭിത്തിയേൽ ഒരു പ്രാണിയിരിക്കും, ഒരു ചെറിയ പ്രാണിയിരിക്കും. ഒരു പല്ലി ആ ഭിത്തിയേക്കടെ പാഞ്ഞ് വന്ന് പതുങ്ങി വന്ന് ആ പ്രാണിയെ വിഴുങ്ങാൻ വരുന്നു. നമുക്കറിയാം ആ പ്രാണി ഇപ്പം പല്ലിയുടെ വയറ്റിലെത്തും എന്ന് നമുക്കറിയാം. എനിക്ക് അത് നോക്കിയിട്ട് ആ പ്രാണി ഇപ്പം പല്ലിയുടെ വയറ്റിലെത്തൂല്ലോ എന്നറിയാം എന്നുള്ളത് പല്ലിയെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? എൻ്റെ അറിവ് ഉണ്ടോ? ഇല്ല. അത് ആ പ്രാണിയെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ? ഇല്ല. ദൈവം അറിയുന്നു എന്ന് പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിന് വിഘാതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം. എപ്പോൾ ദൈവീക പദ്ധതിയെ മനുഷ്യൻ തകിടം മറിക്കാൻ ശ്രമിച്ചോ അപ്പോൾ അസ്വസ്ഥതകളുണ്ട്. ഒരു കുടുംബത്തിൽ എത്ര മക്കൾ വേണം എന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരു കുടുംബത്തിൻ്റെ രക്ഷാകരമായ വളർച്ചയ്ക്ക് ആ വീട്ടിൽ 5 പിള്ളേർ വേണം എന്ന് ദൈവം ചിലപ്പം തീരുമാനിച്ചിട്ട് വേണം. ചിലയിടത്ത് 3 മതിയായിരിക്കും, ചിലയിടത്ത് 2 മതിയായിരിക്കും, ചിലയിടത്ത് 1 മതിയായിരിക്കും. ദൈവം അത് തീരുമാനിച്ചിട്ടുണ്ട്. 5 മക്കളെ വേണമെന്ന് ദൈവം പദ്ധതി തയ്യാറാക്കിയ ഒരു കുടുംബത്തിൽ ദമ്പതിമാർ പറഞ്ഞു ഈ 5 എണ്ണം എന്നൊക്കെ ശല്യം ആരെ കൊണ്ടുപോയിട്ട് 1 എണ്ണം കഷ്ടി എന്ന് പറഞ്ഞ് അവരത് വളർത്തി. പ്രായപൂർത്തിയായി മകൻ പഠിക്കാൻ ഓസ്ട്രേലിയയ്ക്ക് പോയി. അവൻ അവിടുത്തെ മദാമയും കെട്ടി അവിടെ ജീവിച്ചു, ഇങ്ങോട്ട് തിരിച്ചു വന്നു. അവൻ ദൈവിക പദ്ധതി അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചത്. മാതാപിതാക്കൾ അനാഥരായി പോയത് എന്തുകൊണ്ടാണ്? ചിലപ്പം വീട് നോക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചത് ദൈവിക പദ്ധതിയിൽ 4ാമത്തെ കൊച്ചിനെ ആയിരിക്കും. 4ാമത്തെ കൊച്ച് അന്തരീക്ഷത്തിലാണ്, ഇതുവരെ ജനിച്ചിട്ടില്ല. പിന്നെ മാതാപിതാക്കളെ ആരാ നോക്കാനുള്ളത്? അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ സ്വാർത്ഥത എന്നോ ധിക്കാരമെന്നോ നമ്മൾ വിലയിരുത്തുമ്പോഴാണ് ആ ദൈവിക പദ്ധതിയുമായി എതിർപ്പുണ്ട്, വിരുദ്ധമാണ് എന്ന് തോന്നലുണ്ടാകും. എന്നാൽ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറ്റുന്നത് തന്നെയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. നല്ലൊരു ചോദ്യം ചോദിച്ച പീറ്ററിനും അതോടൊപ്പം തന്നെ വളരെ ലളിതമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന അഭിയൻ്റെ പിതാവിനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. പീറ്റർ സെമിനാരിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാവിധ ഭാവങ്ങളും പ്രാർത്ഥനാശംസകളും പീറ്ററിന് പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശ്വാസവും ശാസ്ത്രവും സംബന്ധിച്ച ബന്ധത്തെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ അഭിയൻ്റെ പിതാവ് നമുക്ക് പറഞ്ഞു തന്നു. സരസമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ അഭിയൻ്റെ പിതാവ് നമ്മളോട് പറയുകയുണ്ടായി. ഏറ്റവും പ്രത്യേകമായിട്ട് അഭിയൻ്റെ പിതാവിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ച പനത്തടി ഫൊറോനയിലെ യുവതീവാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. വീണ്ടും ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി.